ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോമ്പ് സ്പെഷ്യലായിട്ട് ഒരു കഞ്ഞി റെഡിയാക്കാം. ആദ്യം 1 കപ്പ് ബസ്മതി റൈസും 1/4 കപ്പ് ചെറുപയർ പരിപ്പും കൂടി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി 10 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് നല്ലത്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കഷ്ണം തക്കാളിയും 4 പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഏകദേശം അത്ര തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി എടുക്കുക. പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കനും എടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഞാനിവിടെ ക്രോക്ക് പോട്ടാണ് എടുത്തത്. ഇത് നോമ്പ് തുറക്കാനും അത്താഴത്തിനും ഒക്കെ പറ്റിയ ഒരു നല്ല എനർജി ഡ്രിങ്കാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി അടച്ച് വെച്ചിട്ട് സാധാരണ പ്രഷർ കുക്കറാണെങ്കിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ക്രോക്ക് പോട്ടിൽ മൾട്ടിഗ്രെയിൻ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഞ്ഞി കുക്കായിട്ടുണ്ട്. ഇനി ആവി പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആവി പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ചിക്കനെ മാത്രം എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. വെള്ളം വറ്റിയത് കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം.
ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യിൽ ഉള്ളി മൂപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് തൂമിച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉള്ളി നെയ്യിൽ മൂപ്പിച്ചതും കൂടി ചേർത്തിട്ട് തൂമിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇത് നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കാനും ഒക്കെ നല്ല ഒരു എനർജി ഡ്രിങ്കാണ് ഈ കഞ്ഞി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.